ഒരു സൂക്തമുണ്ട്, സല്ലഖ സൂക്തം എന്ന് പറഞ്ഞിട്ട്. ആ സൂക്തത്തിൽ ഭഗവാൻ പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള എല്ലാ ദുഷ്ടചിന്തകളെയും നമ്മൾ ഒഴിവാക്കണം, അതിന് ഓപ്പോസിറ്റായിട്ടുള്ളതിനെ കൊണ്ടുവരണം. അതായത് ബാക്കിയുള്ള ആൾക്കാർ ക്രോധിതരാകുന്നു, നമ്മൾ ഒരിക്കലും ക്രോധിതരാകരുത്. ബാക്കിയുള്ള ആൾക്കാർ ജീവികളെ കൊല ചെയ്യുന്നു, നമ്മൾ ഒരിക്കലും കൊല ചെയ്യരുത്. ബാക്കിയുള്ള ആൾക്കാർ വ്യഭിചാരം ചെയ്യുന്നു, നമ്മൾ ഒരിക്കലും വ്യഭിചാരം ചെയ്യരുത്. അങ്ങനെ 44 ധർമ്മങ്ങൾ ഈ സല്ലഖ സൂക്തത്തിൽ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ബാക്കിയുള്ളവർ ചെയ്തോട്ടെ, പക്ഷേ നമ്മൾ ഒരു കാരണവശാലും ഇത് ചെയ്യരുത്. ഇനി ചെയ്യുന്നവർ തീർച്ചയായിട്ടും അധോഗതിയിലേക്ക് പോകും. അധോഗതിയിൽ പോകാതിരിക്കാൻ വേണ്ടി ഇതിന് ഓപ്പോസിറ്റായിട്ടുള്ള സദ്ഗുണങ്ങൾ അവർ മനസ്സിൽ കൊണ്ടുവരണം. അതായത് വ്യഭിചാരം പാടില്ല, അതേപോലെ ഹിംസ പാടില്ല. അങ്ങനെയുള്ള നല്ല സദ്ഗുണങ്ങൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരികയാണെങ്കിൽ, ഈ 44 സദ്ഗുണങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ നേരെ മുകളിലേക്കാണ് പോകുക, ഒരിക്കലും താഴേക്ക് അധോഗതിയിൽ നമ്മൾ പോകില്ല.